നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വൻ ശക്തികളുടെ സൗഹൃദത്തിൽ ഇന്ത്യ, റഷ്യ, ചൈന അച്ചുതണ്ട്. ഷാങ്ഹായിൽ കൈകോർത്ത് മോദിയും പുടിനും ഷീ ജിൻപിങ്ങും. ഒത്തുചേരലിനെ ഉറ്റുനോക്കി ലോകം. റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുമെന്ന് മോദി എത്തിയത് പുടിനൊപ്പം. മഹാനായ മോദി പുടിനും ഷീക്കും മുന്നിൽ തലകുലിച്ചത് എന്തിനെന്ന് ട്രംപിന്റെ ഉപദേഷ്ടാവ്. ബീഹാറിൽ ആവേശക്കടലായി വോട്ടർ അധികാർ യാത്രയ്ക്ക് സമാപനം. വോട്ട് മോഷണം ജനാധിപത്യ മോഷണമെന്ന് രാഹുൽ ഗാന്ധി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരാതികൾ സ്വീകരിക്കുന്നത് തുടരാമെന്ന് സുപ്രീം കോടതി. E20 പെട്രോൾ നയത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപ്പര്യ ഹർജികൾ തള്ളി സുപ്രീം കോടതി. ഹർജിക്ക് പിന്നിൽ വലിയ ലോബികളെന്ന് കേന്ദ്രം. ഹർജി തള്ളിയത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. പുതിയ നയം കർഷകർക്ക് ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. വഖഫ് നിയമത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട് സമസ്ത വീണ്ടും സുപ്രീം കോടതിയിൽ. നിയമത്തിന്റെ പേരിൽ കെട്ടിടങ്ങൾ തകർക്കുന്നു എന്നും നിലവിലെ നടപടികൾ തടയണമെന്നും ഹർജിയിൽ പരാമർശം. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ച് ദേവസ്വം ബോർഡ്. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക ലക്ഷ്യമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം, മരണം 800 കവിഞ്ഞു. 2000-ലേറെ പേർക്ക് പരിക്ക്. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. ദൗത്യം ദുഷ്കരമെന്ന് താലിബാൻ ഭരണകൂടം. ഭീകരവാദം ഏറ്റവും വലിയ ഭീഷണിയെന്നും ഇന്ത്യ ഭീകരവാദത്തിൻ്റെ ഇരയെന്നും പഹൽഗാം ആക്രമണത്തെ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം നേരിടാൻ സമഗ്ര ചട്ടക്കൂട് വേണമെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ മോദി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് സംയുക്ത പ്രഖ്യാപനവും നടത്തി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ രൂക്ഷമായി വിമർശിച്ചു. ഭീകരവാദം മാനവരാശിക്ക് ഭീഷണിയെന്നും ഭീകര സംഘടനകളെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിന്റെ ഇരകളാണ് ഇന്ത്യയെന്നും ഭീകരവാദത്തിനെതിരെ ഇരട്ടത്താപ്പ് അംഗീകരിക്കില്ലെന്ന് SCO ഉറച്ച നിലപാടെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. कोई समाज, कोई नागरिक अपने आप को इससे सुरक्षित नहीं समझ सकता. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ ഭീകരവാദത്തോട് ഇരട്ടത്താപ്പ് പാടില്ലെന്ന് പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ച മോദി, മാനുഷികതയിൽ വിശ്വസിച്ച നിരപരാധികൾക്കെതിരെയുള്ള ആക്രമണമായിരുന്നു പഹൽഗാം ഭീകരാക്രമണമെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ വ്യക്തമാക്കി. ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നുവെന്നും ധനസഹായം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും മോദി ആവശ്യമുന്നയിച്ചു. कितनी ही माताओं ने अपने बच्चे खोए और कितने बच्चे अनाथ हुए. हाल ही में हमने पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा. इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്ത വിവിധ രാജ്യങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു. ഭീകരത നേരിടാൻ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ഭീകരവാദ സ്പോൺസർമാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും സംയുക്ത പ്രഖ്യാപനത്തിൽ പറയുന്നു. സംയുക്ത പ്രസ്താവനയിൽ പാകിസ്ഥാനും ഒപ്പുവെക്കും. എന്നാൽ പ്രസ്താവനയിൽ പാകിസ്ഥാന്റെ പേര് പരാമർശിക്കില്ല. ന്യൂസ് ഡെസ്ക് അമൃത TV. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ മോദി, ഷീ ജിൻപിങ്, പുടിൻ അസാധാരണ കൂടിക്കാഴ്ച. ഫോട്ടോ സെക്ഷന് മുന്നോടിയായിട്ടാണ് 3 നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയത്. അധിക തീരുവ ഏർപ്പെടുത്തി സമ്മർദ്ദമുയർത്തുന്ന അമേരിക്കയ്ക്കെതിരായ സന്ദേശമായി 3 നേതാക്കളുടെയും കൂടിക്കാഴ്ച മാറി. റഷ്യയുമായുള്ള സഹകരണമാണ് ഇന്ത്യയോടുള്ള അമേരിക്കയുടെ ഇപ്പോഴത്തെ സമീപനത്തിന് കാരണം.
റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതാണ് അധിക തീരുവ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ. എന്നാൽ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന് രാജ്യം തീരുമാനിച്ചതിന്റെ പ്രതിഫലനമാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടത്. ഫോട്ടോ സെഷനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്നെത്തിയത് റഷ്യൻ പ്രസിഡന്റിന്റെ കയ്യും പിടിച്ച്. ഷീ ജിൻപിങ്ങിനെ കണ്ടപ്പോൾ ചെറിയ ചർച്ച. 3 നേതാക്കളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം ആ സംഭാഷണ നിമിഷങ്ങളിൽ കാണാൻ കഴിയും. പരിഭാഷപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരും 3 നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിനപ്പുറമുള്ള ചില നിലപാടുകളും ആ ചെറിയ നേരം ഉയർന്നു വന്നിരിക്കാം. പുടിനെ കണ്ടതിലുള്ള സന്തോഷം പ്രധാനമന്ത്രി തന്നെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. പ്രതിസന്ധി ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുവെന്നും മൂന്നാം കക്ഷിക്ക് ഈ ബന്ധത്തെ സ്വാധീനിക്കാനാകില്ല എന്നും മോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള വഴികൾ തേടണമെന്നും മോദി കൂട്ടിച്ചേർത്തു. പുടിന്റെ വരവിനായി ഇന്ത്യ കാത്തിരിക്കുകയാണെന്നും മോദി പറഞ്ഞു. അതേസമയം മോദി അടുത്ത സുഹൃത്തെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവർത്തിച്ചു. ഇന്ത്യ റഷ്യ ബന്ധം ഏറെ ആഴത്തിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അവഗണിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോയും ചിത്രങ്ങളും ദേശീയ മാധ്യമങ്ങളടക്കം വൈറലായി. ഷഹബാസിന് മുന്നിലൂടെയാണ് മോദിയും പുടിനും ഒരുമിച്ച് വേദിയിലേക്ക് എത്തിയത്. ഇരുവരും നടന്നു നീങ്ങുന്നത് ഷഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. മോദി ഷീ പുടിൻ സംഭാഷണത്തിലും പാക് പ്രധാനമന്ത്രിയെ അവഗണിച്ചു. അത്താഴ വിരുന്നിനിടയിലും മോദി ഷെരീഫിനെ പരിഗണിച്ചില്ല. ഇരുവരും പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. റഷ്യയുമായുള്ള എണ്ണ ഇടപാടിലൂടെ ഇന്ത്യയിലെ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നുവെന്ന് വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ഇന്ധനമാകുന്നതാണ് ഇന്ത്യയുടെ പ്രവൃത്തികളെന്ന ആരോപണം നവാരോ ആവർത്തിക്കുകയും ചെയ്തു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നവാരോ ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനം ഉയർത്തിയത്. ഇന്ത്യ റഷ്യയുടെ ഒരു അലക്കുശാല മാത്രമാണ്. മോദി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ നേതാവാണ്. എന്നിട്ടും പുടിനുമായും ഷീ ജിൻപിങ്ങുമായും മോദി കൂട്ടുകൂടുന്നു. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും നവാരോ പ്രതികരിച്ചു. Look, Modi's a great leader. I don't understand why he's getting to bed with Putin and Xi Jinping when he's the biggest democracy in the world. So I would just simply say to the Indian people, please understand what's going on here. You got Brahmins profiteering at the expense of the Indian people. We need that to stop. വഖഫ് നിയമത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട സംസ്ഥ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. വഖഫ് നിയമത്തിന്റെ പേരിൽ ഭൂമി പിടിച്ചെടുക്കുന്നുവെന്നും കെട്ടിടങ്ങൾ തകർക്കുന്നുവെന്നും സമസ്ത ഹർജിയിൽ പറയുന്നു. ഇത്തരം നടപടികൾ സുപ്രീം കോടതി നൽകിയ ഉറപ്പുകളുടെ ലംഘനമാണെന്നും ഹർജിയിൽ കൂട്ടിച്ചേർക്കുന്നു. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വിധി പറയാനിരിക്കെയാണ് പുതിയ ഹർജിയുമായി സമസ്ത വീണ്ടും സുപ്രീം കോടതിയിലെത്തിയത്. നിയമത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടാണ് അഭിഭാഷകനായ സുൽഫിക്കർ അലി വഴി സമസ്ത കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പുതിയ നിയമം ഉപയോഗിച്ച് വഖഫ് ഭൂമികൾ ഏറ്റെടുക്കുകയോ സ്വഭാവം മാറ്റുകയോ ചെയ്തിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു എങ്കിലും ചില സംസ്ഥാനങ്ങളിലെങ്കിലും കാര്യങ്ങൾ മറിച്ചാണെന്ന് ഹർജിയിൽ പറയുന്നു. നിയമത്തിന്റെ പിൻബലത്തോടെ ഭൂമി ഏറ്റെടുക്കുകയും ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്യുന്നുവെന്ന് സമസ്ത ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാർ ഉറപ്പ് ലംഘിച്ച് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നടപടിയുണ്ടാകുന്നുവെന്ന് സംസ്ഥ പറയുന്നുണ്ട്. ഇത് സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും അതുകൊണ്ട് നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സംസ്ഥ ആവശ്യപ്പെടുന്നു. നിലവിൽ വഖഫ് ഭേദഗതി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ വാദം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. 2025 ഏപ്രിൽ ആദ്യമാണ് നിലവിലെ വഖഫ് നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തത്. വലിയ പ്രതിഷേധമുണ്ടായെങ്കിലും തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോയി. തുടർന്നാണ് 75 ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ച് വിധി പറയാനായി മാറ്റിയിട്ടുള്ളത്. വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്താക്കി മാറ്റാനാണ് നിയമം കൊണ്ടുവന്നത് എന്നാണ് അന്ന് സമസ്ത വാദിച്ചത്. വഖഫ് നിയമ ഭേദഗതി വഖഫ് ബോർഡുകളെ ദുർബലപ്പെടുത്തുമെന്നും വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്തുക്കളുമായി മാറുമെന്നും ഹർജിയിൽ പറയുന്നു. പുതിയ സാഹചര്യത്തിൽ വഖഫ് നിയമത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 20% എഥനോൾ കലർത്തിയ പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ 2-അംഗ ബെഞ്ചിന്റേതാണ് നടപടി. ഹർജിക്ക് പിന്നിൽ വലിയ ലോബിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു.
ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവ് കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും വേണ്ടിയാണ് പെട്രോളിൽ എഥനോളിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. ഇതിന്റെ ഭാഗമായി 20% എഥനോൾ കലർത്തിയ പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കുന്ന എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിന് കേന്ദ്ര സർക്കാർ രൂപം നൽകി. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അഭിഭാഷകനായ അക്ഷയ് മൽഹോത്ര സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളിയത്. ഹർജി നൽകിയയാൾ ഒരു വ്യക്തി മാത്രമാണെങ്കിലും ഇതിനു പിന്നിൽ വലിയ ലോബിയുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി പറഞ്ഞു. ഇന്ത്യ ഏത് തരം ഇന്ധനം ഉപയോഗിക്കണമെന്ന് രാജ്യത്തിന് പുറത്തുള്ളവരാണോ നിർദ്ദേശിക്കേണ്ടതെന്നും AG വിമർശിച്ചു. ഇന്ത്യയിലെ കരിമ്പ് കർഷകർക്ക് പ്രയോജനകരമാണെന്നും ഹർജിയെ എതിർത്തുകൊണ്ട് R വെങ്കിട്ടരമണി പറഞ്ഞു. അതേസമയം ഹർജിക്കാരനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഷദൻ ഫറാസത്ത് ഹർജിക്കാരൻ എഥനോൾ കലർത്തുന്നതിന് എതിരല്ലെന്നും എന്നാൽ E20യുമായി പൊരുത്തപ്പെടാത്ത 2023 മുൻപ് നിർമ്മിച്ച വാഹനങ്ങൾക്ക് എഥനോൾ രഹിത പെട്രോൾ ഒരു ഓപ്ഷനായി നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും വ്യക്തമാക്കി. എല്ലാ വശങ്ങളും ആലോചിച്ചാണ് തീരുമാനം കൈക്കൊണ്ടത് എന്ന അറ്റോർണി ജനറലിന്റെ വാദം അംഗീകരിച്ച 2-അംഗ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നീ ആരോപണങ്ങൾ ഉയർത്തി രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയ്ക്ക് പട്നയിൽ ആവേശകരമായ സമാപനം. ഗാന്ധി മൈതാനിയിൽ നിന്നും അംബേദ്കർ പ്രതിമ വരെ നടന്ന മഹാറാലിയിൽ 10,000 അണിനിരന്നു. മഹാത്മാഗാന്ധിയെ ഇല്ലാതാക്കിയ അതേ ശക്തികൾ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് മോഷണം ജനങ്ങളുടെ അവകാശങ്ങൾ മേലുള്ള കടന്നുകയറ്റമാണെന്നും അതിനനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. 2 ആഴ്ച നീണ്ടുനിന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപന റാലിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം 10,000 അണിനിരന്നത്. പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു റാലി. ഗാന്ധി മൈതാനിയിൽ നിന്ന് അംബേദ്കർ പ്രതിമ വരെയായിരുന്നു റാലി സംഘടിപ്പിച്ചത്. തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച പ്രതിപക്ഷ നേതാവിനൊപ്പം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, തേജസ്വി യാദവ്, MA ബേബി തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും അതിരൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി വിമർശിച്ചു. വോട്ടർ പട്ടികയും ദൃശ്യങ്ങളും ഇതുവരെ കൈമാറാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. വോട്ടുമോഷണം എന്നതിലൂടെ അവകാശങ്ങൾ തന്നെയാണ് മോഷ്ടിക്കപ്പെടുന്നത്. റേഷൻ കാർഡിൽ നിന്നുൾപ്പെടെ പേര് നീക്കി ജനങ്ങളുടെ ഭൂമി അദാനിക്കും അംബാനിക്കും കേന്ദ്ര സർക്കാർ നൽകുന്നതായും രാഹുൽ ഗാന്ധി विमर्शिച്ചു. वोट नहीं ले रहे, यहाँ की जमीन, आपका राशन कार्ड सब कुछ उठा ले जाएंगे, अदानी अंबानी को दे देंगे. भाई और बहनों, जिन शक्तियों ने महात्मा गांधी की हत्या की, वही शक्ति इस संविधान की, अम्बेडकर जी के संविधान की, गांधी जी के संविधान की हत्या करने की कोशिश कर रहे हैं. മഹാത്മാഗാന്ധിയെ കൊന്ന അതേ ശക്തികൾ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനനുവദിക്കില്ലെന്നും അത്തരം ശക്തികൾക്കെതിരെ പോരാടാനുള്ള കരുത്ത് യാത്ര സമ്മാനിച്ചതായും രാഹുൽ പറഞ്ഞു. वोट चोरी का मतलब अधिकार की चोरी, वोट चोरी का मतलब आरक्षण की चोरी, वोट चोरी का मतलब रोजगार की चोरी, वोट चोरी का मतलब शिक्षा की चोरी, वोट चोरी का मतलब लोकतंत्र की चोरी, वोट चोरी का मतलब युवाओं के भविष्य की चोरी. വോട്ടുമോഷണത്തിലൂടെ ബീഹാറിൽ വീണ്ടും അധികാരത്തിലെത്താനാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്. അതിനെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു. ഓഗസ്റ്റ് 17 തുടങ്ങിയ യാത്ര 1300 കിലോമീറ്റർ പിന്നിട്ടാണ് പട്നയിൽ സമാപിച്ചത്. 25 ജില്ലകളിലെ 111 മണ്ഡലങ്ങളിലൂടെ രാഹുൽ സഞ്ചരിച്ചു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ടർ അധികാർ യാത്ര കരുത്താകുമെന്നാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പ്രതീക്ഷ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സെപ്റ്റംബർ 1 ശേഷവും പരാതികൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ തിരുത്തലുകൾക്ക് അവസരമുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. പരാതികൾ നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ സഹായിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പരാതികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ചയെന്ന് കോടതി വിമർശിച്ചു. എതിർപ്പുകളും അവകാശവാദങ്ങളും സമർപ്പിക്കാൻ വോട്ടർമാരെ സഹായിക്കുന്നതിന് പാരലീഗൽ വോളണ്ടിയർമാരെ നിയോഗിക്കാൻ കോടതി തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ചൂഷണ പരാതികളിൽ ക്രൈംബ്രാഞ്ച് മൊഴിയെടുപ്പ് തുടങ്ങി. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരിട്ടും ഇമെയിൽ വഴിയും 13ഓളം പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പരാതി നൽകിയത്.
കൊച്ചി സെൻട്രൽ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴിയെടുത്തത്. സ്ത്രീയുടെ സമ്മതമില്ലാതെ നിർബന്ധിച്ചുള്ള ഗർഭഛിദ്രം ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യമാണ്. കേസെടുത്ത് അന്വേഷണം നടത്തണം. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യന്റെ പരാതിയിൽ രാഹുൽ MLA എന്ന സ്വാധീനം ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. തനിക്ക് ലഭിച്ചിട്ടുള്ള മുഴുവൻ തെളിവുകളും ക്രൈംബ്രാഞ്ചിന് നൽകിയതായി അദ്ദേഹം പറഞ്ഞു. യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു. അതിജീവിതയെ ക്രൈംബ്രാഞ്ച് സംഘം സമീപിച്ചതായാണ് വിവരം. ഇവരിൽ നിന്നുൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി കേസുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴും പരാതി കിട്ടിയിട്ടില്ല എന്ന UDF കൺവീനർ അടൂർ പ്രകാശ് MP. പലരെയും ക്രൂശിക്കുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ക്രൂശിക്കുന്നു. മാധ്യമങ്ങൾ മാത്രമാണ് ആരോപിക്കുന്നത്. അതിന്റെ തെളിവാണ് CPI വനിതാ നേതാവിന്റെ പിന്തുണ. AI കാലത്ത് എന്തും ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആരെക്കുറിച്ചും എന്തും ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. നമ്മളത് ചെറുതായി കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ആ കാര്യങ്ങൾ കൂടി ചിന്തിക്കണം. അതാണ് എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളോട് പറയാറുള്ളത്. AI കാലഘട്ടത്തിൽ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പോലും പുറത്തു വരാനുള്ള അവസരമുണ്ട്. AI കാലഘട്ടം അതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കണം. ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പരാതികളിൽ അന്വേഷണം നടക്കട്ടെ എന്നും അന്വേഷിക്കും മുമ്പേ വിധി കൽപ്പിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ അന്വേഷണം നടക്കട്ടെ. ഞാൻ പറയുന്നത് അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വിധി കൽപ്പിക്കേണ്ട കാര്യമില്ല. സർക്കാർ അന്വേഷിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ആ അന്വേഷണത്തിനെ ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതുവരെയായിട്ട് ആരും റിട്ടേൺ കംപ്ലൈൻറ്റ് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിട്ടേൺ കംപ്ലൈൻറ്റ് വന്നാൽ അതൊക്കെ പരിശോധിക്കട്ടെ. അതിന് ടീമിനെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. ആ ടീമിൻ്റെ റിസൾട്ട് വരുന്നത് വരെ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അദ്ദേഹം ഇപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. സഭയിൽ അദ്ദേഹം അൺഅറ്റാച്ച്ഡ് മെമ്പറായിട്ടാണ് അദ്ദേഹം സഭയിലിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പാർട്ടി നയം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രണ്ടുപേർ കൂടി മരിച്ചതോടെ ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രതയിൽ. അന്താരാഷ്ട്ര നിലവാരമുള്ള ചികിത്സയാണ് നൽകുന്നതെങ്കിലും അനുബന്ധ രോഗങ്ങളുള്ളവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഗുരുതരമായി ബാധിക്കുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 52-കാരിയായ വേങ്ങര സ്വദേശി റംലയും ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞുമാണ് മരിച്ചത്. അപ്പോൾ അവർക്ക് കാർഡിയാക് ഡിസീസ് നേരത്തെ ഉണ്ട്. ഹാർട്ടിന് സംബന്ധമായിട്ട് കൊറോണറി ആർട്ടറി ഡിസീസും വാതരോഗം റൊമാറ്റിക് ഫീവറും ഉള്ള രോഗിയാണ്. ബ്രെയിനിലെ സ്രവം മൂക്ക് വഴി താഴേക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ 3 മാസം പ്രായമുള്ള കൊച്ചാണെങ്കിൽ അവർ വരുന്ന ദിവസം തന്നെ സീരിയസ് ആയിട്ട് ഡേ 1 തന്നെ വെന്റിലേറ്ററിലായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധാപൂർവമായ ഇടപെടലിനെ തുടർന്ന് മരണനിരക്ക് 35% മുതൽ 33% വരെയായി കുറയ്ക്കാനായിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരമുള്ള ചികിത്സ തന്നെയാണ് നൽകുന്നതെങ്കിലും അനുബന്ധ രോഗങ്ങൾ ഉള്ളവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഗുരുതരമാവുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലവിൽ 10 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് ഡോക്ടർ ഷമീർ. 2 പേര് വളരെ ക്രിട്ടിക്കലാണ്. അതിൽ മെഡിസിൻ സൈഡിലുണ്ട്. അതായത് അഡൽട്ടിലുള്ളത് 2 പേര് വളരെ വെന്റിലേറ്ററിലാണ് 2 പേരും. ആ 2 പേർക്കും നേരത്തെ കുറച്ച് രോഗങ്ങളുള്ളതും അത് കാരണം തന്നെ നേരത്തെ സിക്കായിട്ടുള്ള 2 പേഷ്യൻസ് ആണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ അമീബയും കൂടെ വന്നു. അപ്പോൾ അവർ വളരെ ഒരു ഗുരുതര സ്ഥിതിയിലാണ്. ബാക്കിയുള്ളവർ ഇപ്പം നിലവിൽ സ്റ്റേബിളാണ്. മാലിന്യം കലർന്ന തോടുകളിലും കുളങ്ങളിലും കുളിക്കുന്നവരിലാണ് പൊതുവെ രോഗം കാണപ്പെടുന്നത്. മൂക്കിൽ അമിതമായി മലിനജലം കയറുമ്പോഴാണ് രോഗം പിടിപെടാൻ സാധ്യതയേറെയെന്നും ഡോക്ടർമാർ പറയുന്നു. അമീബിക് ജ്വരം തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സ നൽകുന്നത് രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ക്ലോറിനേഷൻ ക്യാമ്പയിനിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് ആൻജിയോഗ്രാം ഉപകരണങ്ങളുടെ വിതരണം നിലച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിച്ചു. ഇന്നു മുതൽ
ഉപകരണ വിതരണം നിർത്തിവെക്കുന്നതായി വിതരണക്കാർ അറിയിച്ചതോടെ രോഗികളെ ബാധിക്കാത്ത വിധം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് അധികൃതർ. ഓഗസ്റ്റ് വരെയുള്ള കുടിശ്ശിക നൽകുമെന്ന ഉറപ്പ് സർക്കാർ പാലിച്ചില്ലെന്നാണ് ആൻജിയോഗ്രാം ഉപകരണങ്ങളുടെ വിതരണക്കാർ പറയുന്നത്. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ സുഗമമായി കൊണ്ടുപോകുന്നതിന് പാടുപെടുകയാണ് അധികൃതർ. ഉപകരണങ്ങൾ തിരിച്ചു നൽകാമെന്ന വാക്കിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് കുറേയേറെ സംഘടിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ മുടങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് താലൂക്ക് ഹോസ്പിറ്റൽ, അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ബീച്ചിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ള ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റേറ്റിൽ നിന്നും ഇന്നലെ കുറച്ചുകൂടി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ബാക്കി അത് നമ്മളുള്ള ആ എമൗണ്ട് പരമാവധി കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ വേണ്ടിയുള്ള ചർച്ചകൾ തുടരുന്നുണ്ട്. 18 മാസത്തെ കുടിശ്ശികയായ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഓഗസ്റ്റ് വരെയുള്ള കുടിശ്ശിക തന്നു തീർക്കുമെന്ന് ഉറപ്പ് നൽകിയത്. സെപ്റ്റംബർ 1 മുതൽ സംസ്ഥാനത്തൊട്ടാകെ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഉപകരണങ്ങളുടെ വിതരണം നിർത്തുകയാണെന്ന് വിതരണക്കാരുടെ സംഘടനാ പ്രതിനിധികൾ അറിയിക്കുകയായിരുന്നു. സൂപ്രണ്ട് ഫണ്ടിൽ നിന്ന് നമ്മൾ നേരത്തെ അത് സമ്മതിച്ചതാണ്. നമ്മുടെ ഇവിടെയുള്ള പൈസ 2 കോടി, ഇത് കൂടാതെ KBF ഒന്നും ഒരു 2-3 കോടി രൂപ അനുവദിച്ച് ഇമ്മീഡിയറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നിട്ടും അവർ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് കുറച്ചുകൂടി എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ചർച്ചകൾ നടത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം എന്തായാലും ഏർപ്പെടുത്തും. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. വിഷയത്തിൽ സർക്കാർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ സ്ഥിതിഗതികൾ താളം തെറ്റും. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. സാങ്കേതിക സർവകലാശാലയിലെ ശമ്പള പ്രതിസന്ധി ഒഴിയുന്നു. ഇന്ന് ചേർന്ന ഫിനാൻസ് കമ്മിറ്റി യോഗം ബജറ്റിന് ശുപാർശ ചെയ്തു. യോഗത്തിൽ 9 പ്രതിനിധികൾ പങ്കെടുത്തു. നാളത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ബജറ്റ് പാസാക്കും. ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാത്തതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു സാങ്കേതിക സർവകലാശാല. ജീവനക്കാർക്കുൾപ്പെടെ ശമ്പളം മുടങ്ങുകയും ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാത്ത സ്ഥിതിയായതോടെ താൽക്കാലിക VC ഡോക്ടർ K ശിവപ്രസാദാണ് ഫിനാൻസ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. ഓഗസ്റ്റ് ആദ്യം വിളിച്ചു ചേർത്ത യോഗത്തിൽ സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നില്ല. ഇതിനെ തുടർന്ന് യോഗം ചേരാനായില്ല. പിന്നീട് ഫിനാൻസ് കമ്മിറ്റി യോഗം മാറ്റുകയായിരുന്നു. ഇന്ന് ചേർന്ന യോഗത്തിൽ 9 പ്രതിനിധികളാണ് പങ്കെടുത്തത്. 3 സർക്കാർ പ്രതിനിധികളിൽ 2 പേർ ഓൺലൈനായി പങ്കെടുത്tu. ബജറ്റിനൊപ്പം വർഷം ഇതുവരെയുള്ള ധനവിനിയോഗം സിൻഡിക്കേറ്റ് പരിശോധിക്കണമെന്നും ശുപാർശയുണ്ട്. നാളെ ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ബജറ്റ് പാസാക്കും. 85ഓളം സ്ഥിരം ജീവനക്കാരും 100-ലധികം കരാർ ജീവനക്കാരുമാണ് സർവകലാശാലയിലുള്ളത്. ഇന്ന് ഫിനാൻസ് കമ്മിറ്റി യോഗം ചേർന്നതോടെ നീണ്ട നാളായി നിലനിന്ന ഭരണ പ്രതിസന്ധിക്കും സാമ്പത്തിക പ്രതിസന്ധിക്കുമാണ് പരിഹാരമാകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനം. 800ഓളം പേർക്ക് ജീവൻ നഷ്ടമായതാണ് കണക്കുകൾ. 1500-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുന്നു. രക്ഷാദൗത്യം ദുഷ്കരമെന്ന് താലിബാൻ ഭരണകൂടം അറിയിച്ചു. അഫ്ഗാൻ സമയം ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. നാർ പ്രവിശ്യയിലെ നുർഗാൽ, സാവ്കി, വഡ്പൂർ, മനോഗി, ചബ്ദാര ജില്ലകളെയാണ് ഭൂകമ്പം ബാധിച്ചത്. അവശിഷ്ടങ്ങൾക്കിടയിൽ 100 കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം. മലയോര മേഖലയായതിനാൽ രക്ഷാപ്രവർത്തകർക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും റിപ്പോർട്ടുണ്ട്. പരിക്കേറ്റവരെ നിലവിൽ ഹെലികോപ്റ്ററുകളിലാണ് പുറത്തേക്കെത്തിക്കുന്നത്. ജലാലാബാദിൽ നിന്ന് 27 കിലോമീറ്റർ അകലെ 8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ടുകൾ. തുടർന്ന് 20 മിനിറ്റുകൾക്ക് ശേഷം നങ്കർഹാറിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു. തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ എന്നിവിടങ്ങളിലും പ്രകമ്പനമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. മിക്ക ഗ്രാമങ്ങളും പൂർണ്ണമായി നശിച്ച അവസ്ഥയിലാണ്. 800 കിലോയോളം മരുന്നുകളും 80-ലധികം ഡോക്ടർമാരെയും പ്രാദേശിക ആശുപത്രികളിൽ എത്തിച്ചതായി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അഫ്ഗാനിസ്ഥാനിൽ 2023 ഒക്ടോബറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ 2400 പേരാണ് മരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ച ദേവസ്വം ബോർഡ് 20-ാം തീയതി പമ്പയിൽ നടക്കുന്ന സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷണിക്കപ്പെട്ട പ്രതിനിധികൾക്കൊപ്പം 3000 അയ്യപ്പ ഭക്തരാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. സംഗമത്തിന്റെ രജിസ്ട്രേഷൻ ശബരിമല വെർച്വൽ ക്യൂ പോർട്ടൽ വഴി ആരംഭിച്ചു. വിവിധ സാമുദായിക സംഘടനകളുടെ പിന്തുണ സംഗമത്തിനുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു.
ഞങ്ങൾ ഈ സിംഗപ്പൂരിലെയും മലേഷ്യയിലെയും അയ്യപ്പ ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ ഉയർന്നു വന്ന ഒരാവശ്യമാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടി, ഉന്നയിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ആശയം ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇരുമിടിക്കെട്ട് പിന്നെ കൊണ്ടുവരാൻ കഴിയാതിരിക്കുക, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ ഒരു അവസരം വേണം എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ UDF നേതാക്കളുടെ യോഗം ചേരുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP പറഞ്ഞു. ഗൂഗിൾ മീറ്റ് വഴിയാണ് യോഗം വിളിച്ചത്. പഴയ ആചാര ലംഘനം ആരും മറന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അയ്യപ്പൻ നൽകിയ തിരിച്ചടികളുടെ ഫലമായിരുന്നു അന്നത്തെ ലോക്സഭയിലെ UDF വിജയമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഞങ്ങൾ നാളെ ഒരു ഗൂഗിൾ മീറ്റിലൂടെ UDFൻ്റെ നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ ആശയവിനിമയം നടത്തിയതിന് ശേഷം എന്ത് എന്നതിനെക്കുറിച്ച് നാളത്തെ മീറ്റിങ്ങിന് ശേഷം മാത്രമേ അതിൻ്റെ എന്താണ് ഒരു ഔട്ട്കം എന്ന് തീർത്തു പറയാൻ പറ്റൂ. ഇന്നിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി കാണുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിന്ത എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ കൂട്ടുപിടിക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്ത് ശിവഗിരി മഠം. സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ആത്മീയപരമായ ഉയർച്ചയ്ക്കായാണെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ പറഞ്ഞു. അത്തരം ലക്ഷ്യം മുന്നിൽ കണ്ട് സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പ്രശംസനീയമാണെന്നും എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് പരിപാടിയെങ്കിൽ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ശബരിമലയുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഉയർച്ചയും വളർച്ചയും അനിവാര്യമാണ്. അത് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് സർവാത്മന ശിവഗിരിമഠം സ്വാഗതം ചെയ്യുകയാണ്. കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും മാറ്റത്തിനനുസരിച്ച് ആധ്യാത്മികപരമായ ഉണർവിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആഗോള അയ്യപ്പ ഭക്ത സംഗമം തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കണമെന്ന് BJP. ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അയ്യപ്പ ഭക്ത സംഗമത്തിനോട് BJPക്ക് വിയോജിപ്പില്ല. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അയ്യപ്പ ഭക്ത സംഗമത്തിന് മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിയോജിപ്പൊന്നുമില്ല. അയ്യപ്പ ഭക്ത സംഗമത്തിന് ഞങ്ങളെതിരല്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ചില നിലപാടുകൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. തൃശൂർ മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വിച്ഛേദിച്ച വാട്ടർ അതോറിറ്റി. ജനനിധി കണക്ഷനിലെ വാട്ടർ ചാർജ് കുടിശ്ശിക അടയ്ക്കാത്തത് മൂലമാണ് കണക്ഷൻ വിച്ഛേദിച്ചത്. 2025 ജൂലൈ 31 വരെയുള്ള കണക്കനുസരിച്ച് 8,26 ലക്ഷം രൂപയാണ് മാള ഗ്രാമപഞ്ചായത്ത് കുടിശ്ശികയായി നൽകാനുള്ളത്. എന്നാൽ 2024 ഏപ്രിൽ മാസം മുതൽ മാസ കുടിശ്ശികയുടെ 50% അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നു. ഈ വർഷം ജൂലൈ മാസത്തെ കുടിശ്ശിക തുക 14,17,000 രൂപയോളമാണ്. എന്നാൽ ഇതിൻ്റെ പകുതി പോലും അടയ്ക്കാതെ വെറും 2.5 ലക്ഷം രൂപ മാത്രമാണ് മാള ഗ്രാമപഞ്ചായത്ത് അടച്ചതെന്ന് വാട്ടർ അതോറിറ്റി പറയുന്നു. ഓഗസ്റ്റ് 31 വരെ ബാക്കി കുടിശ്ശിക തുക അടയ്ക്കുന്നതിന് സമയം നൽകിയെങ്കിലും അടയ്ക്കാതെ വന്നതോടെയാണ് വാട്ടർ അതോറിറ്റി മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചത്. 10 വർഷത്തോളമായി LDF ആണ് മാള പഞ്ചായത്ത് ഭരിക്കുന്നത്. എത്രയൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളും പൂക്കളങ്ങളും വന്നാലും പൂവിപണി സജീവമാണ്. വിനായക ചതുർത്ഥിയും ഓണവും പ്രമാണിച്ച് വലിയ വിലയിൽ അല്പം
കുറവ് വന്നിട്ടുണ്ടെങ്കിലും ആവശ്യക്കാർ ഒട്ടും കുറവില്ല. തിരുവനന്തപുരത്തെ പൂവിപണിയുടെ കാഴ്ചകളിലേക്ക്. ഓണത്തിന് എല്ലാ വർഷവും പല മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട്. മാറാത്തതായി ചിലതുമുണ്ട്. അവയിലൊന്നാണ് പൂക്കളും പൂക്കളങ്ങളും. വിവിധ നിറത്തിലുള്ള പൂക്കൾ പൂക്കളത്തിന് അത്യാവശ്യമാണ്. വിനായക ചതുർത്ഥി കഴിഞ്ഞ ഉടൻ ഓണക്കാലം കൂടി എത്തിയതോടെ വിപണിയിൽ പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ബാംഗ്ലൂർ, മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് സംസ്ഥാനത്ത് പൂക്കൾ എത്തുന്നത്. പൂക്കൾക്കൊക്കെ വിപണിയിൽ അതുകൊണ്ട് തന്നെ അല്പം വിലയും കൂടുതലാണ്. എങ്കിലും ഓണമല്ലേ, പൂക്കളില്ലാതെ എന്തോണമല്ലേ? വില നന്നായിട്ടുണ്ടെന്ന് തോന്നി. ഞങ്ങൾ എന്തുവരെ 200 രൂപയുടെ പൂവേ മേടിച്ചുള്ളൂ. പൂക്കളുടെ വില കൂടിയിട്ടുണ്ട്, സാധനങ്ങളുടെ വില, എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. ഭയങ്കര റേറ്റായി. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ റേറ്റാണ് ഇവർ ചോദിക്കുന്നത്. അന്യനാട്ടിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ പഴയ കാലങ്ങളെ അപേക്ഷിച്ച് വില വർദ്ധിച്ചതായി വ്യാപാരികളും പറയുന്നു. വില ഇച്ചിരി കൂടുതലാണ്. ഈ ബന്ദിക്ക് 110 രൂപയുടെ വില ബാംഗ്ലൂർ. എല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. അവിടെ വിനായക ചതുർത്ഥി 4 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വരെ വില കൂടുതലാണ്. ഇപ്പോൾ കച്ചവടം വളരെ കുറവാണ്. മഴയില്ലായതുകൊണ്ടാണ് വളരെ കുറവ്. പിന്നെ വരുന്നവർക്ക് സാധനം കൊടുക്കും. ഓണാഘോഷങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. എത്രയൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളും പൂക്കളങ്ങളും വന്നാലും ഈ നാടൻ പൂക്കളുടെ തട്ട് അത് താണു തന്നെ ഇരിക്കും. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണം എന്നാൽ ശർക്കരയുടെയും ശർക്കര വരട്ടിയുടെയും കാലം കൂടിയാണ്. അതും നല്ല നാടൻ ശർക്കരയാണെങ്കിൽ പ്രിയമേറും. അത്തരത്തിൽ ഓണത്തിന് മധുരം വിളമ്പാൻ പത്തനംതിട്ട ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നാടൻ ശർക്കര തയ്യാറാകുന്നുണ്ട്. അതിൽ പ്രധാനമായ വള്ളിക്കോട് ശർക്കരയുടെ ഉൽപ്പാദനം തകൃതിയായി നടക്കുകയുമാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കരിമ്പ് കൃഷിക്കും ശർക്കര ഉൽപ്പാദനത്തിനും പ്രശസ്തമായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് ഗ്രാമം. എന്നാൽ കരിമ്പ് കൃഷി നിലച്ചതോടെ വള്ളിക്കോട് ശർക്കര പഴയ തലമുറക്കാരുടെ മനസ്സിലെ മധുരിക്കുന്ന ഒരു ഓർമ്മ മാത്രമായി. 4 വർഷം മുൻപ് കൃഷിവകുപ്പും ഗ്രാമപഞ്ചായത്തും ഒരു വിഭാഗം കർഷകരും കൈകോർത്തതോടെ വള്ളിക്കോട് ശർക്കരയും കരിമ്പ് കൃഷിയും പഴമക്കാരുടെ മനസ്സുകളിൽ ഗതകാല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് മടങ്ങിയെത്തി. ഏതാണ്ട് 3.5 ഏക്കറോളം സ്ഥലത്തെ കൃഷി ചെയ്യുന്നുണ്ട്. പഞ്ചായത്തും കൃഷിഭവനും കൂടെ നമ്മളെ സംയുക്തമായി ചേർന്ന് വള്ളിക്കോട് ബ്രാൻഡ് ശർക്കര നഷ്ടപ്പെട്ടു പോയ പ്രതാപം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അത് പുനരാരംഭിക്കണം എന്ന നിർബന്ധത്തിന് വഴങ്ങി. പിന്നെ ഞങ്ങൾ പണ്ട് ചെയ്ത് ശീലിച്ചതുകൊണ്ട് വീണ്ടും തുടങ്ങിയതാണ്. കർഷകർ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും മായമില്ലാത്തതുമായതിനാൽ തന്നെ പാക്ക് ചെയ്ത ഉടൻ വള്ളിക്കോട് ശർക്കര വിറ്റുതീരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തിരിച്ചുവരവിന്റെ പാതയിലാണെങ്കിലും ഈ വർഷം പന്നിശല്യവും കാലാവസ്ഥ പ്രതികൂലമായതും കൃഷിക്ക് കുറവ് വരുത്തിയിട്ടുണ്ട്. കൂടുതലും നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഓണം വിപണിയെ വെച്ചിട്ടാണ്. ഓണം വിപണിയിൽ നമ്മൾ കാലാവസ്ഥയുടെ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം സ്ലോ ആണെങ്കിലും ഇതൊരു ഒരു ആസക്തി പോലാണ്. ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃഷിയിൽ തിരിച്ചു കയറാനായിട്ട് ഒരിക്കലും. ഒരു കാലത്ത് 12 ശർക്കര ചക്കുകളാണ് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് കൃഷിയിൽ നിന്ന് മിക്കവരും പിൻവാങ്ങി. ഇപ്പോൾ കൂടുതൽ കർഷകർ കരിമ്പ് കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. നിലവിൽ കൃഷി ചെയ്തു വരുന്നത് മധുരമയാണ്. അത് തന്നെ ഒരു 6 ഹെക്ടർ ടു 7 ഹെക്ടർ വരെയാണ് ടോട്ടൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച്. പിന്നെ കഴിഞ്ഞ വർഷം നമുക്കൊരു റിവോൾവിംഗ് ഫണ്ടായിട്ട് ഒരു 3 ലക്ഷം രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് തന്നിരുന്നു. അത് ഇവരുടെ സംഘത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. റിവോൾവിംഗ് ഫണ്ടാണ്. അത് തിരിച്ച് 1 വർഷത്തെ കാലയളവ് കഴിയുമ്പോഴത്തേക്കും തിരിച്ചടയ്ക്കേണ്ടതാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് 10 ടൺ ശർക്കരയാണ് വിറ്റത്. ആവശ്യക്കാരേറിയതോടെ ഇത്തവണ 12,000-ലധികം കിലോയാണ് ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഓഗസ്റ്റ് 31 വരെ സംസ്ഥാനത്തെ 45.4 ലക്ഷം ഉപഭോക്താക്കൾ സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങൾ സന്ദർശിച്ചുവെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. അരിയുടെയും വെളിച്ചെണ്ണയുടെയും മുളകിൻ്റെയും കാര്യത്തിൽ സവിശേഷമായ ഇടപെടൽ സർക്കാർ നടത്തി. വിപണിയിൽ വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ കഴിഞ്ഞുവെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. നെൽ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിൻ്റെ വില ഓണത്തിനു മുമ്പ് നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തവണ 300 കോടി ലക്ഷ്യമിട്ടുവെങ്കിലും ഇന്ന് ഈ യോഗത്തിലിരിക്കുമ്പോൾ ഉച്ചവരെ 306.91 കോടി രൂപയുടെ വിൽപ്പന സപ്ലൈകോ നടന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ 16.56 ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ ഈ മാസം വിറ്റിട്ടുണ്ട്. സപ്ലൈകോയുടെ കടകളിൽ 1500 രൂപയുടെ FMCG ഐറ്റം, ഫാസ്റ്റ് മൂവിങ് ഐറ്റം, സബ്സിഡി ഐറ്റം ഒരു തവണ കാർഡിനും ഒരു തവണയിലേ വാങ്ങിക്കാൻ കഴിയും. അതുകൊണ്ട് സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് 389 രൂപയ്ക്കാണ് ഇപ്പോൾ ശബരി വെളിച്ചെണ്ണ അവിടെ കൊടുക്കുന്നത്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ലഭിക്കുവാൻ ഉള്ള നടപടിക്ക് വേണ്ടി 2-3 ദിവസം ഡൽഹിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ വെയിറ്റ് ചെയ്യുകയാണ്.
എങ്കിലും കർഷകർക്ക് ഓണത്തിന് മുമ്പ് കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ധനമന്ത്രിയുടെ ശ്രദ്ധയിലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ആ വിഷയം പെടുത്തിയിട്ടുണ്ട്.